ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പ്രഭാതം തുടങ്ങുന്നത് പ്രകാശിലാണ്, ബാംഗ്ലൂരിലെ പ്രകാശ് ബോഡി വാക്സിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു ബോഡി വാക്സിൻ്റെ കാര്യം. ഇവരുടെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഡിസൈനുകൾക്ക് നമുക്കറിയാം. അതായത് BMR, അതുപോലെ തന്നെ സെഡോൺ, സെഡാസ്ട്ര, അങ്ങനെ വേഗ, അങ്ങനെ ഒരുപാട് ഡിസൈൻ നമുക്കറിയാം. കേരളത്തിൽ തന്നെ ഒരു തരംഗം തന്നെയാണ് ഈ ഒരു പ്രകാശ് ബോഡി വാക്സ് എന്ന് വേണം പറയാൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്ന് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ വഴിയെ പറയാം. നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിലുള്ള ഇമ്പീരിയൽ ഹോളിഡേയ്സ് 2016 ഈ ഒരു സ്ഥാപനം, അതായത് ടൂർസ് ആൻഡ് ട്രാവൽസ് ആയിട്ടാണ് ഈ ഒരു ഇമ്പീരിയൽ ഹോളിഡേയ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു 2025 എത്തി നിൽക്കുമ്പോൾ ഇവർക്ക് 11ഓളം വാഹനങ്ങൾ ഇപ്പോൾ സ്വന്തമായിട്ടുണ്ട്. അതിൽ 8 വാഹനങ്ങൾ ടൂറിസ്റ്റ് പെർമിറ്റുകളും അതുപോലെ തന്നെ 3 നാഷണൽ പെർമിറ്റ് ലോറികളുമുണ്ട്. ഈ ഒരു ഇമ്പീരിയൽ ഹോളിഡേയ്സിൻ്റെ വളർച്ചയിൽ ഓണറായ സുജിലിനും അതുപോലെ ഇവരുടെ കൂട്ടുകാർക്കൊക്കെ, സുജിലിൻ്റെ കൂട്ടുകാർക്കൊക്കെ നല്ല പങ്കും കഷ്ടപ്പാടും ഉണ്ടെന്ന് തന്നെ വേണം പറയാം. പിന്നെ ഈ ഒരു ഇമ്പീരിയൽ ഹോളിഡേയ്സിനെ ബസ് പ്രേമികൾക്ക് ഇടയിൽ തരംഗമാക്കി ഒരു മുതലുണ്ടായിരുന്നു ഇവരുടെ കയ്യിൽ. അതിൻ്റെ വണ്ടിയുടെ എഡിഷൻ നെയിം മാലിക് എന്നായിരുന്നു, ഇമ്പീരിയൽ ഹോളിഡേയ്സ് മാലിക്. നല്ല ബ്ലാക്കിലുള്ളൊരു കരിവീറിനായിരുന്നു അത്, നല്ല ഗ്രാഫിക്സൊക്കെ അടിച്ചുള്ള അടിപൊളി വണ്ടിയായിരുന്നു അത്. ആ ഒരു വാഹനമാണ് ഈ ഇമ്പീരിയൽ ഹോളിഡേയ്സിനെ വാഹനപ്രേമികൾക്ക് ഇടയിലേക്ക് വലിയൊരു പ്രാധാന്യത്തിലേക്ക് എത്തിച്ചത്. ആ ഒരു വാഹനം ഈ ഒരു കളർ കോഡിൻ്റെ നിയമത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട്, കളർ മാറ്റാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് നമ്മളത് വിൽപ്പന ചെയ്യുകയാണ് ഉണ്ടായത്. ഏതൊരു ബസ് ഓണേഴ്സിനെയും പോലെയും സുജിലിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പുതിയൊരു ബസ്, പ്രകാശിൻ്റെ ബോഡി വർക്കുള്ള ഒരു പുതിയ ബസ്. അത് ഇന്നിവിടെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു സുവർണാവസരത്തിൽ അതിൽ പങ്കുചേരാനായതിൽ, ആ സന്തോഷത്തിൽ പങ്കുചേരാനായതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. ഇനിയിപ്പോൾ നമ്മളിവിടെ വന്ന് എന്തിനാണെന്ന് എടുത്തു പറയേണ്ട കാര്യമുണ്ടോ എന്ന് തോന്നുന്നില്ല. കാരണം ഇമ്പീരിയലിൻ്റെ ഏറ്റവും പുതിയ ബസ് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിന് നമ്മൾ രാവിലെ വന്നപ്പോൾ ചെറിയ അറ്റകുറ്റപ്പണികൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നു. നെയിം ബോർഡ്, അങ്ങനത്തെ ചെറിയ പണികൾ മാത്രമാണ് ബാക്കിയുണ്ടായിട്ടുണ്ടായിരുന്നത്. ഏകദേശം വൈകുന്നേരത്തോടെ ആകുമ്പോൾ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഹാപ്പിയാണ്. ഇത്ര നേരം വെയിറ്റ് ചെയ്താൽ പോലും നമ്മൾ ഹാപ്പിയാണ്. കാരണം ഇവർ പറഞ്ഞതിലും 2 ദിവസം മുന്നേ തന്നെ വണ്ടിയുടെ ഡെലിവറി സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഫൈനൽ വാട്ടർ സർവീസും ടെസ്റ്റിങ്ങും ആണ്. വൈപ്പേഴ്സിൻ്റെയും ഹെഡ്ലൈറ്റിൻ്റെയും ഇൻഡിക്കേറ്റേഴ്സിൻ്റെയും DRൻ്റെ ഒക്കെ ടെസ്റ്റിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം വണ്ടി ഒന്ന് മൊത്തം ക്ലീൻ ചെയ്തതിന് ശേഷം ഇവരെ ഒരു പൂജ, അവരുടെ വിശ്വാസപ്രകാരം വാഹനത്തിൻ്റെ നല്ല ഒരു ശുഭയാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പൂജയൊക്കെ നടത്തിയതിന് ശേഷമാണ് വണ്ടിയുടെ താക്കോല് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. സുജിൽ ഹാൻഡ് ഓവർ വാങ്ങിയിട്ടുണ്ട്. അതായത് നമ്മളുടെ ഈ ഒരു പുതിയ വണ്ടിയുടെ, ഇമ്പീരിയൽ ഹോളിഡേയ്സ് ഏറ്റവും പുതിയ വണ്ടിയുടെ താക്കോല് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ഫ്രണ്ട്സെല്ലാം കൂടിയാണ് വന്നിട്ടുള്ളത്. എല്ലാവരും കൂടി നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റാണിത്. ഇതിനുശേഷം ഈ ഒരു വണ്ടിയുടെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിരുന്നു പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ചേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏഷ്യറിലാണ് ഈ ഒരു ചേസ് വന്നിരിക്കുന്നത്. BS6 ആണ് ഈ ഒരു മോഡൽ വരുന്നത്. അതുപോലെ തന്നെ ബോഡി വർക്ക് വരുന്നത് പ്രകാശിൻ്റെ സെഡാസ്ട്ര പ്ലസിലുള്ള 49 സീറ്റ് പുഷ് ബാക്ക് AC വണ്ടിയാണിത്. ആണ് ഈ ഒരു വണ്ടിയുടെ ഓവറോളിൻ്റെ കാര്യങ്ങൾ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ എന്തായാലും ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട്. ഇതിൻ്റെ രജിസ്ട്രേഷനും അതുപോലെ തന്നെ CFൻ്റെയും കാര്യങ്ങളൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എന്തായാലും ഒരു വീഡിയോ ചെയ്യാം. അതിന് ഞാൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സമയം പോലെ നമുക്ക് ചെയ്യാം എന്തായാലും. അപ്പോൾ നമ്മളിത് ഡെലിവറിയൊക്കെ എടുത്ത് ഇനി നേരെ കണ്ണൂരേക്ക് പോകേണ്ട ഒരു പരിപാടിയാണുള്ളത്. വാഹനങ്ങൾ എടുത്തിട്ടുണ്ട്. സുജിലേനാണ് വണ്ടി ഓടിക്കുന്നത്. ഇനി നേരെ നമ്മൾ കണ്ണൂരേക്കാണ് പോകുന്നത്. അവിടെ എത്തിയതിന് ശേഷം ബാക്കിയുള്ള രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഇമ്പീരിയൽ ഹോളിഡേയ്സിൻ്റെ ഈ ഒരു വളർച്ചയ്ക്കും ഇനിയുള്ള മുന്നോട്ടുള്ള എല്ലാ വളർച്ചയ്ക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിച്ചേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായി കാണാം. അതുവരെ ബൈ.